ബുൾഡോസർ ബാബ എന്ന യോഗി ആദിത്യനാഥിനും ബി.ജെ.പിക്കും കനത്ത തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതി വിധി. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം വട്ടം ഭരണം പിടിച്ച യോഗിയുടെ ബുൾഡോസർ രാഷ്ട്രീയത്തിന് നീതിപീഠം തടയിടുമ്പോൾ ബി.ജെ.പിക്കും യോഗി സർക്കാരിനും ഏൽക്കുന്ന പ്രഹരം ഇരട്ടിയാണ്. ബുൾഡോസർ അധികാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അടയാളമായി മാറിയ കാഴ്ചയായിരുന്നു സമീപകാല ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലേത്. കുറ്റവാളികൾക്കും മാഫിയകൾക്കുമെതിരെ കർശന നടപടി എന്ന പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നതിലൂടെ യോഗി ബുൾഡോസർ ബാബയായി മാറിയത്. ബി.ജെ.പി ഭരണമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ഇതനുകരിച്ച് സർക്കാരുകൾ ബുൾഡോസറുകൾ ഇറക്കാൻ തുടങ്ങി. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന് ബുൾഡോസർ മാമ എന്ന പേര് വന്ന വഴിയും ഇങ്ങനെയാണ്. 2017 തുടങ്ങിയ ഭരണത്തിന്റെ ആദ്യഘട്ടത്തിലാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ബുൾഡോസർ പ്രയോഗം തുടങ്ങിയത്. ബുൾഡോസർ ഇടിച്ചു നിരത്തൽ പ്രധാനമായും മുസ്ലിം വിഭാഗങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയുമാണ് ലക്ഷ്യമിടുന്നതെന്ന ആരോപണവുമായി പ്രതിപക്ഷ പാർട്ടികളും സന്നദ്ധ സംഘടനകളും രംഗത്തെത്തിയതോടെ രാഷ്ട്രീയത്തിൽ ബുൾഡോസർ കത്തി. ഒടുവിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾ കൂടിയായപ്പോൾ വില്ലൻ പ്രതിച്ഛായയിലേക്ക് ഈ ബുൾഡോസർ രാജ് മാറുന്നതാണ് കണ്ടത്. ഒരു കുറ്റം ആരോപിക്കപ്പെട്ടയാളെ കുറ്റക്കാരനെന്ന് സ്വയം പ്രഖ്യാപിച്ച് അയാളുടെ വീട് തകർത്തുകൊണ്ട് എക്സിക്യൂട്ടീവിന് ജഡ്ജിയാകാൻ കഴിയില്ലെന്നായിരുന്നു സുപ്രീം കോടതിയുടെ പ്രധാന വിമർശനം. കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കോടതി വിമർശനം നടത്തിയത്. കുറ്റാരോപിതർക്കെതിരായ നടപടികളെ ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് ജസ്റ്റിസ് ബി.ആർ. ഗവായ്, ജസ്റ്റിസ് കെ.വി. വിശ്വനാഥൻ എന്നിവർ ചേർന്ന ബെഞ്ച് വിധി പറഞ്ഞത്. ബുൾഡോസർ രാജ് കേസുകളിൽ അനധികൃത കെട്ടിടങ്ങൾ മാത്രമാണ് പൊളിച്ചതെന്നായിരുന്നു സംസ്ഥാന അധികാരികളുടെ വാദം. എന്നാൽ പൊളിക്കൽ നടപടികളുടെ നിയമവിരുദ്ധ സ്വഭാവം ചൂണ്ടിക്കാട്ടി നിരവധി ഹർജികളാണ് കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. ഓരോ കുടുംബത്തിന്റെയും വർഷങ്ങളുടെ സ്വപ്നമാണ് ഒരു വീട്. ഈ സ്വപ്നങ്ങൾ എടുത്തു കളയാൻ എക്സിക്യൂട്ടീവിനെ അനുവദിക്കണോ എന്ന് ജസ്റ്റിസ് ഗവായ് ചോദ്യം ഉന്നയിച്ചു. ഒരു വീട് തലയ്ക്ക് മുകളിൽ ഒരു തണൽ എന്നതിലുപരി ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ്. ഭരണഘടനയ്ക്ക് കീഴിലുള്ള ഒരു കുറ്റകൃത്യത്തിൽ പഴിചാരപ്പെട്ടവന് പിഴയായി അവന്റെയും അവന്റെ കുടുംബത്തിന്റെയും അഭയം എടുത്തു കളയുകയാണോ വേണ്ടതെന്നും കോടതി ചോദ്യം ഉന്നയിച്ചു. സ്ത്രീകളും കുട്ടികളും ഒറ്റ രാത്രി കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് വേദനാജനകമാണ്. ഇത്തരം പൊളിക്കൽ നടപടികൾ താൽക്കാലികമായി വൈകിപ്പിക്കുന്നത് അധികാരികളെ ദോഷകരമായി ബാധിക്കില്ലെന്നും ബെഞ്ച് വിധിയിൽ അഭിപ്രായപ്പെട്ടു. പൊളിക്കൽ നടപടിയിലേക്ക് കടക്കും മുൻപ് പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളും കോടതി പ്രഖ്യാപിച്ചിരുന്നു. വീടെന്നുള്ള വർഷങ്ങളുടെ അധ്വാനത്തെ പൊളിക്കും മുൻപ് ഈ നടപടി അവസാനത്തെ ആശ്രയമായിരുന്നെന്ന് അധികാരികൾ തെളിയിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഒരു നടപടിക്രമങ്ങളുമില്ലാതെ ഒറ്റയടിക്ക് കെട്ടിടം പൊളിക്കൽ നടപടിയിലേക്ക് കടക്കാൻ പാടില്ല. ക്രിമിനൽ നിയമപ്രകാരം കുറ്റം തെളിയിക്കുന്നതുവരെ കുറ്റാരോപിതനായ വ്യക്തി നിരപരാധിയാണ്. ഒരു കെട്ടിടം പൊളിക്കുന്നത് കുറ്റവാളിക്ക് പുറമെ മുഴുവൻ കുടുംബാംഗങ്ങളെയും അന്യായമായി ശിക്ഷിക്കുന്ന നടപടിയാണ്. എന്നാൽ പൊതുഭൂമിയിൽ അനധികൃതമായി നിർമ്മിക്കുന്നതോ കോടതി ഉത്തരവിട്ടതോ ആയ കേസുകളിൽ ഈ നിർദ്ദേശം ബാധകമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉദ്യോഗസ്ഥർ അധികാര പരിധിക്കുള്ളിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അതിരു കടന്ന് ഉന്നതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കാൻ പഠിക്കണം. മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കോടതി അലക്ഷ്യവും വിചാരണയും നേരിടേണ്ടി വരും. കൂടാതെ പൊളിക്കാൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥർ പൊളിച്ച കെട്ടിടം പുനഃസ്ഥാപിക്കുകയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്യേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു. ഭരണഘടന പാലിച്ചുള്ള ജനാധിപത്യത്തിന് വ്യക്തി സ്വാതന്ത്ര്യം അനിവാര്യമാണ്. നിയമം ലംഘിക്കുന്ന പൗരനെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ക്രമസമാധാനം നിലനിർത്താനും ഭരണകൂടം ബാധ്യസ്ഥരാണ്. ഇതിൽ പരാജയപ്പെടുന്നത് പൗരന്മാർക്കിടയിൽ ഭരണഘടനയിലുള്ള വിശ്വാസം കുറയുന്നതിനും കൂടുതൽ നിയമലംഘനങ്ങൾ നടക്കുന്നതിലേക്കും വഴിവെക്കും. തങ്ങളുടെ സ്വത്ത് ഭരണകൂടം അധികാരത്തിന്റെ ഏകപക്ഷീയ നയങ്ങൾ വഴി നശിപ്പിച്ചെന്ന് പൗരന്മാരിൽ തോന്നിപ്പിക്കുന്ന പ്രയോഗങ്ങൾ ഒഴിവാക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സമീപകാലത്ത് ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ തകർത്തത് ഏറെ ചർച്ചയായ വിഷയമായിരുന്നു. ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരുകളോ തദ്ദേശ അധികാരികളോ കരുതിക്കൂട്ടി നടപ്പാക്കിയതായിരുന്നു ഇവ മിക്കതും. കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്ന പേരിൽ നിസ്സഹായരുടെ വീടുകൾക്കും ജീവനോപാധികൾക്കും മേൽ ബുൾഡോസർ കയറ്റുന്നത് ഏറെ നാളായി രാജ്യം കണ്ടുവരുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ നീതിപീഠത്തിന്റെ തുടർച്ചയായ ചോദ്യം ചെയ്യലുകളും വിധിയും മുന്നറിയിപ്പും അധികാര ധാർഷ്ട്യത്തിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാവുകയാണ്.